എനിക്ക് കുറച്ച് ടൈം എന്നാലും പറയണം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ് സജഷൻ നമ്മുടെ പരിധിക്കകത്ത് വരുന്നത്. കാരണം ബി ആർ ബ്രദേഴ്സ്, ഫ്രണ്ട്സ്. ആ സ്നേഹമുള്ളതാണ്. ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. 2 അത് ഒരു സൈഡിൽ ഞാൻ പറയുന്നുണ്ട് വേറെ തോന്നുന്നു. പിന്നെ താങ്കളെ നിരുത്സാഹപ്പെടുത്താനോ താങ്കളെ ഇകഴ്ത്തി കാണിക്കാനോ അല്ല പറയുന്നത്. ഡോക്ടർമാർക്ക് മെഡിസിനിൽ ജ്ഞാനം കൊടുത്ത ദൈവമാണ്, മെഡിസിൻ കണ്ടെത്തിയ ദൈവമാണ്, പ്രകൃതിയും പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ചെടുത്ത ശേഷമാണ്. ഒരു കാര്യം നമ്മൾ അറിയാം, അപ്പം മനുഷ്യനെ കൊണ്ട് അസാധ്യമായിട്ടുള്ളത് ഇവർക്ക് പോസിബിൾ ഓടുന്ന നമ്മൾ ചിന്തിക്കണം. അപ്പൊ അദ്ദേഹം നമ്മുടെ ബലഹീനതകളെടുത്ത് വ്യാധികളെ ചുമക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൽ കൂടെ രോഗശാന്തിയുണ്ട്. അതൊരു പോയിന്റ്. ഇനി മറ്റൊരു കാര്യം, ആകുലപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഞാൻ താങ്കളെ എന്റെ പണ്ടത്തെ ഒരു സുഹൃത്ത്, ഇപ്പോഴും സുഹൃത്താണ്, എവിടെ വെച്ച് കണ്ടാലും സ്വതന്ത്രപരമായ സ്നേഹപരമായിട്ട് ഇടപെടുകയും ഇന്നേതായാലും കൂടുതൽ ബൈബിൾ പഠിച്ച് പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് അന്യഭാഷ പ്രയോജനം വായിക്കാൻ എല്ലാം ഉള്ളവനാണ്. അത് നിങ്ങൾ പറഞ്ഞ തെറ്റല്ല. പക്ഷേ നമ്മൾ അസുഖത്തിന് ചികിത്സ നടത്തേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, പക്ഷെ അതിലും പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്നതാരാണ്? ആ മെഷീനിൽ കൂടെ, ഡോക്ടർമാരുടെ കയ്യിലും ആ ജ്ഞാനത്തിൽ കൂടെ ആ ഇൻസ്ട്രുമെന്റിൽ കൂടെ വർക്ക് ചെയ്യുന്നതാരാണ്? അദ്ദേഹത്തെ ഒഴിച്ചു വെച്ചിട്ട് കാര്യം രണ്ടാമത്തെ ചത്തുപോകും, മൂന്നാമത്തെ ചത്തുപോകും, നാലാമത്തെ വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഹയസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാതെ, അനുമതി ഇല്ലാതെ ഈ ലോകത്ത് ആർക്കും ഒരു മരണമുണ്ടാകും. ക്രൈസ്റ്റ് അറിയാതെ ഈ ലോകത്ത് ആരും ഈ ഭൂമിയിൽ നിന്ന് വേർപെടും. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ അനുവദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലം നന്മയ്ക്കോടെ ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഒരാള്, എനിക്കറിയാവുന്നവരാണ്, ഒരു വിവാഹ നിശ്ചയിച്ചു. അപ്പൊ ആ വിവാഹ നിശ്ചയം കൊണ്ടുവന്നത് ഒരു ചേച്ചിയാണെങ്കിൽ ഒരു അനിയത്തി ഭാര്യ ഭർത്താവ്, ആ ചേച്ചി വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു വരദാനമാണ്. അവരൊരു 9 അല്ലെങ്കിൽ 9.something വർഷം ഒക്കെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചില അമ്മായികളും മരുമകൾ പോരാട്ടം എല്ലായിടത്തും അങ്ങനെ പെട്ടുപോകുമ്പോൾ ഇപ്പൊ ചില ആളുകൾ പറയുന്ന പോലെ എന്താണ്, മറ്റേ സഭയിൽ പോയതുകൊണ്ടാണ്, ഈ സഭയിൽ പോയതുകൊണ്ടാണ്, അങ്ങനെ പറയുന്ന കാര്യമില്ല. കാരണം ഈ ഇസ്രായേൽ മക്കള് അവർക്ക് കുറച്ചു കാലം രാജ്യം എല്ലാവരും കറക്റ്റ് സമയത്ത് 47-48 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ രാജ്യം തിരിച്ചടിച്ചു. ഇന്ന് ഇതാവുന്നത് ഈ 2-3 വർഷം കൊണ്ട്, ഏതാണ്ട് 2 വർഷത്തോളം അടുപ്പിച്ചാകുമ്പോൾ, 2 വർഷമായി എങ്കിൽ പോലും ഇസ്രായേലിനെ നിരന്തരമായിട്ട് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയം ഇസ്രായേൽ മക്കൾക്ക് തന്നെയാണ്. എന്ന് മാത്രമല്ല, അവർ അങ്ങോട്ട് കയറി ഇസ്രായേൽ മക്കൾ ആക്രമിച്ചു. ചുമ്മാതെ ഇസ്രായേൽ മക്കളെ കളിച്ചോടും. മനസ്സിലായില്ലേ? അവർ മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, പണ്ട് ഞാനും രാജനാഥൻ ബ്രദറൊക്കെ ചപ്പാത്തിയും കടലയും പത്തൊക്കെ കഴിക്കുമ്പോൾ മര്യാദയ്ക്ക് അവർ മക്കളുമായിട്ട് അവർ ബോംബ് വയ്ക്കാനോ കൊല്ലാനോ ഒന്നും പോയില്ല. അവരുടെ കാര്യമായിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മിണ്ടാതിരിക്കാൻ നമുക്ക് 2 അടി തന്നിട്ട് പോകുന്ന ഒറ്റയ്ക്കേണ്ട വല്ല. എന്നിട്ട് എവർ ചെയ്തത് അടിയുമായി മറ്റവര് ഇസ്രായേൽ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തത് എന്താണ്? ഈ ഹമാസ് അനുകൂലം, ഹമാസ് എന്ന വയലാസ്. അപ്പൊ ആ വിളിച്ചത് ഞാൻ പറയാം, ചില ആളുകളൊക്കെ വിവാഹം കഴിക്കും. ഇപ്പൊ വിവാഹം കഴിച്ചിരുന്നാലും അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അവരെ മടക്കിക്കൊണ്ടുവരാൻ ക്രിസ്തുവിന് കഴിയും. അവർ തമ്മിലുള്ള സൗന്ദര്യത്തിനൊക്കെ അവരെ തമ്മിൽ തീർക്കാൻ അനുവദിക്കും. മനസ്സിലാകും? അല്ലാതെ ഇപ്പത്തെ സഭയിൽ പോയതുകൊണ്ടാണ് അവര് സ്വന്തമായിട്ട്, മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പത്തെ സഭയിൽ പോയതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഓരോ ആളുകൾ വളർച്ച പ്രാപിക്കാൻ താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ മനസ്സിലാകും എന്നൊക്കെ വളർച്ച ഉണ്ടാവാം. താങ്കൾ മറ്റൊരു സഭയിൽ പോകുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കണം അതോറിറ്റി എനിക്കില്ല. അതുപോലെ താങ്കൾ ബ്രദറിന് അവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് ചോദിക്കണം അതോറിറ്റി താങ്കൾക്കില്ല. ഓരോരുത്തർക്ക് ലഭിച്ച വിളിച്ചു, അവരവർക്ക് ലഭിച്ച ശുശ്രൂഷയും പോലെ അവർ അങ്ങനെ പോട്ടെ. പിന്നെ ക്രൈസിസസ് നമ്മുടെ കൂടെ മനസ്സിലാകുന്നത് ക്രൈസിസസ് ആണ് ആളിന്റെ ആളെന്ന് മനസ്സിലാക്കിയതെല്ലാം. ക്രൈസിസസിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ വണ്ണാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് തമ്മിൽ ഒരു സഹോദര ബന്ധമാണ്. അത് മറ്റേ ചർച്ചയിൽ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്, ഇപ്പുറത്തെ ചർച്ചയിൽ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളല്ല എന്നല്ല ചിന്തിക്കുന്നത്. പിന്നെ ഒരാൾ ഒരു തെറ്റായ കാര്യം പറയുന്നത് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്, മറ്റൊരു നമ്മുടെ ചർച്ചയിൽ 3 ദിവസം ഒന്ന് ബോസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, മറ്റേ ബന്ധപ്പെട്ട ഭാര്യ മാത്രം വരത്തില്ല എന്നെവിടെ ഇതിനെയാണ് നമ്മുടെ ഭാഷ പറഞ്ഞ മാനുഷിക ഉപദേശം. കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയിരുന്നതെല്ലാം ഏതാണ്ട് ഇങ്ങനെയാണ്. കോവിഡ് കാലം വന്നപ്പോൾ ഈ
ലോക്ക്ഡൌൺ കാലത്ത് ഒരുപാട് വീഡിയോസ് കാണുന്നത് ജനങ്ങൾക്ക് ഓയിഡ യുനെസ്കോ എന്ന് പറയുന്ന നോളജ് ഉള്ളപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഭീഷണികളെല്ലാം കേവലം എന്താണ് മാനുഷികമാണ്. ക്രൈസിസ് ഒരുവരെ വളർച്ച കൊടുക്കുന്നു. അപ്പൊ നമ്മളെ സഹായിച്ചവരെ നമ്മളെ ഓർക്കേണ്ടത് സഹോദര സ്നേഹമോ സ്വാതന്ത്ര്യമോ നിലനിർത്തേണ്ടതല്ല പറയുന്നത്. പക്ഷെ നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടാണ് എന്ന് മാത്രമല്ല, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വിട്ടുപോയവരൊക്കെ കറക്റ്റ് സമയത്ത് കൂട്ടിക്കൊണ്ടെങ്കിൽ ഡിസിഷൻ അറിയാം. നമ്മളതിൽ ബോധരാവേണ്ട കാര്യമില്ല. ഇപ്പൊ ചില ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ അങ്ങനെയൊന്നും ഒരിടത്തും പറയുന്നില്ല. ഇപ്പൊ താങ്കൾക്ക് സ്ഥലം നടത്താൻ ആഗ്രഹം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലല്ലേ? താങ്കൾ ഞാനെന്താ പറഞ്ഞത്? അയ്യോ ബ്രോ താങ്കൾ ആ ചർച്ച ഒരു കാര്യം വിരോധമുള്ള അപ്പൊ കുറച്ചും കൂടെ നമ്മൾ അവരുടെ കിണ്ടത്തിലോട്ടെന്ന് പറഞ്ഞു വന്നു. അവർ കൊടുത്ത സ്വാതന്ത്ര്യത്തിലോട്ടെന്ന് പറഞ്ഞു തുടങ്ങി. പറ്റുവാണെങ്കിൽ എന്തായാലും സഭ നടത്താൻ പോകില്ല. അപ്പൊ എന്തൊരു ഇതിനോട് നടക്കണം. ഞാൻ എന്തായാലും എന്താണ് പിന്നെ പ്രിയാട് വഴിയാണ്. എന്തായാലും എനിക്കൊരു സമാധാനം താങ്കൾ നല്ല സഭയിൽ എന്തായാലും പോലെ പള്ളി മുക്കി പറഞ്ഞാൽ അപ്പൊ മീറ്റിംഗെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യണം? തിരുമല ജംഗ്ഷനിൽ അല്ലെ 5 മണിക്ക് നമുക്ക് കിഴക്കത്തെ ജംഗ്ഷനിൽ കണ്ടിട്ട് പറ്റുവാണെങ്കിൽ ഒരു ഐസ്ക്രീം പിന്നെ നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിച്ച ശിഷ്യകളെയും പിന്നെ അന്വേഷണം പറയാനായിട്ട് മറക്കണ്ട. പിന്നെ എന്നാലും താങ്കളുടെ വൈഫ് നിങ്ങൾ 4-5 പേരെല്ലാം കൂടെ സഹോദരത്തിരിക്കട്ടെ. പേരക്കിടാവിനെ കാണാൻ ഈ ആഗ്രഹമുണ്ട് എന്ന് പറയണോ? അതാ നീ അങ്ങോട്ട് നമ്മളെ മനസ്സിലായി പോയി അങ്ങനെ പോയി മറ്റൊരു സഭ സ്ഥാപിച്ചതിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാത്തതുകൊണ്ട് കുറെ കാലം നമ്മുടെ കൂടെ വരാത്തതുകൊണ്ട് ഇന്നതുപോലെ അത് വേണം. നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് അല്ലെ നിന്റെ അച്ഛനമ്മ വിട്ടു അത് വേണം. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു മാനുഷികമായിട്ടുള്ള ടീച്ചിങ് ഡോക്ടറാണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യം. പിന്നെ മനസ്സിലാവും. പിന്നെ വേറെ കാര്യം പിന്നെ ഇന്നത്തെ അങ്ങനെയൊക്കെ ഈ പിടിച്ചിരിക്കുന്ന ഈ ബോണ്ടേജ് ഒക്കെ വിട്ട് നമ്മൾ മടങ്ങി. പിന്നെ വേറെ കാര്യം, ഇപ്പം ഒരാൾ പറയണം ഇന്നതുപോലെ നമ്മുടെ ചർച്ചയിലൊന്നും ഉപവസിക്കില്ലെങ്കിൽ അങ്ങനെ പറയാൻ ബൈബിൾ ഒരിടത്തില്ല. ക്രൈസ്തവ അതിന് നമ്മൾ വ്യക്തിപരമായിട്ട് എന്താണ് ബൈബിൾ പറയുന്നത്? ദോഷം വ്യഭിചാരമുള്ള തലമുറ അടയാളക്കാരി. മനസ്സിലാവുന്നത്? അപ്പൊ ദോഷം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അടയാളം. അതായത് ഇന്നതുപോലെ ഉപവസിച്ചാലേ ഇതുപോലെ നന്മ കിട്ടത്തുള്ളൂ. അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നത്. പിന്നെ ഉപവാസം പ്രാർത്ഥന ഉപവാസം ക്രൈസ്തവ നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാവുന്നത്. പ്രാർത്ഥനയിൽ ഉപവാസമല്ലാതെ ആ വ്യക്തിയും ക്രൈസ്തവനും വ്യക്തിപരമായിട്ട് രണ്ടോ ഒന്നോ പറയുന്ന നാമത്തിൽ എവിടെ കൂട്ടിയാലും അവിടെ മൊത്തം തന്നെയാണ്. അപ്പൊ ഞാനും താങ്കൾ ഒന്നിച്ചുകൂടെ ക്രിസ്ത്യൻസിന്റെ നാമത്തിൽ അതൊരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കെട്ടിടത്തിലോ ഒരു സിമന്റ് കെട്ടിടത്തിലോ ഒരു തെങ്ങിൻ ചോട്ടിലോ അവിടെ മാത്രമേ ക്രിസ്തു ഉള്ളൂ അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം താങ്കളോട് ഒരാളുടെ ദ്രോഹം താങ്കൾക്ക് തിന്മയോട് പോരാണ്, ആ പ്രവൃത്തികളോട് പോരാണ്. പക്ഷെ ആ താങ്കളോട് തിന്മ ചെയ്തൊരു വ്യക്തി അയ്യോ എന്തോ സിസ്റ്റർ ആ പുള്ളിയാണ് അയ്യോ കാല് നോക്കി നടക്കണം സിസ്റ്റർ അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഒരു കാര്യം ഒന്ന് പിടിച്ചളച്ചു ഒരു കാര്യം ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ആ സമയത്ത് ഒരു റീകൺസിലേഷൻ വരും. അല്ലാതെ നീ ഉള്ള കാലത്തോളം മനസ്സിലായി നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നോട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയാം. നമുക്ക് തിന്മയോട് പോരാട്ടം. നമുക്ക് ആ വ്യക്തികളുടെ പ്രവൃത്തികൾ വേറെ അവരുടെ ഇത് മനസ്സിലാവുന്നു. അപ്പൊ താനോ രക്ഷിക്കപ്പെടും. തീയിൽ കൂടെ കടത്തി വിടുമ്പോൾ താനോ രക്ഷിക്കപ്പെടും. തിന്മയായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അത് ബന്ധുവെന്നാണ് പറയുന്നത്. ആ താനോ രക്ഷിക്കപ്പെടുന്ന പലർക്കും ഇങ്ങനെയുള്ള ന്യൂ ടെസ്റ്റമെന്റ് ഇങ്ങനെയുള്ള തിയോളജി അത്രയും ഗ്രാസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പം ആ തിന്മയോട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനി നാളെ ഒരു കാലത്ത് ജയിലിൽ കിടന്നുകൊണ്ട് ഗ്രേഷ്മ ഗുണം പഠിക്കും അറിയാത്തതാണ്. ക്രൈസിസ് എന്റെ കൃത്യങ്ങളെല്ലാം ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് ഞാനും എന്താണ് ഒരു ക്രിസ്ത്യൻസിൽ കൂടെ എന്താണ് ക്രിസ്തു എനിക്ക് തന്ന രക്ഷയും കുറച്ച് തിയോളജി ശുശ്രൂഷകളൊക്കെ ചെയ്ത് അങ്ങനെ എന്താണ് പിന്നെ എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. ഗ്രീഷ്മ അങ്ങനെ ഒരു എന്താണ് ഒരു ക്രൈസ്റ്റിലെ ഒരു ബോൾഡ്നെസ്സും അങ്ങനെയൊക്കെ പ്രാപിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ പറയണം കണ്ടോ നിന്റെ തലയിൽ മറ്റത് വരട്ടെ അവള് ഞാനും നമ്മളെ പൈസ ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാണും. എന്തായാലും ഞാൻ എന്ന് പറഞ്ഞ പോലെ ഇനിയും തണൽ വെച്ച് കാണുമ്പോഴത്തേക്ക് ഞാൻ ആ സ്നേഹം ഞാനായിട്ട് ഈ യാത്രകളെ തടസ്സപ്പെടുത്തുന്നു തമ്മിലുള്ള സ്നേഹമാണ്. മാത്രമല്ല താങ്കളുടെ യാത്ര ഞാനായിട്ട് തടയും സമയം കളയാതെ. ഇതുപോലെ തണലുണ്ടല്ലോ ഈ വഴിക്കാൻ പോകുമ്പോൾ തണൽ
അതൊക്കെ പ്രേക്ഷകരെ നമ്മൾ ഫോർ ബില്ലിംഗ് ഹെൽത്ത് ആവുമ്പോൾ ഒരാൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വ്യക്തിയോട് നമുക്കൊരു പോരാട്ടം, ആ വ്യക്തികളോട് നമുക്ക് ഒരു സ്നേഹം ഉണ്ടായിരിക്കും. സ്നേഹത്തിനകത്ത് എന്തില്ല, അതായത് ഭയത്തിനകത്ത് ബന്ധമുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഭയത്തെ എന്ത് ചെയ്യുന്നത് കാസ്റ്റ് തീം സ്നേഹം ഭയത്തെ പുറത്താക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത്. ഇനി പ്രിയ മോളി ചേച്ചി നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യം മോളി ചേച്ചി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മോളി ചേച്ചി പിന്നെന്താണ് നിങ്ങളോട് എന്താണ് സത്യതയുള്ളൂ പാവം ചെയ്തവരോട് കുന്നമ്പാറ ജോയിപ്രകാരം അദ്ദേഹത്തോടാണ് നിങ്ങൾക്ക് കൈപ്പുള്ളതെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടാണ് നിങ്ങൾക്ക് കൈപ്പുള്ളതെങ്കിലോ ആ വ്യക്തിയോട് നമുക്ക് ക്ഷമയാണ്. സകല ശോധന നല്ലത് മുഖപ്പെടുത്തുന്ന സകല ദോഷത്തെ പിന്നാണെന്നുണ്ടെങ്കിൽ പിന്നാളോട് കേൾക്കുക, പിന്നാളെല്ലാം കേൾക്കണം. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വന്നു എന്ന് മാത്രമല്ല മാത്രമല്ല നിങ്ങളുടെ പഠനത്തിന് നിലനിൽക്കുമെങ്കിൽ നിങ്ങളെന്താണ് എന്റെ ശിഷ്യന്മാരായി സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. സമയം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാക്കാൻ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ നിങ്ങളെ വെൽക്കം ചെയ്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് വേറെ കാര്യങ്ങൾ നിങ്ങളോട് പാലനം ചെയ്യുക. പിന്നെ ലില്ലിയോടും ലില്ലിയോടൊക്കെ നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം, മനസ്സിലാവുന്നുണ്ട്. അതുപോലെ റജിയോടും റജിയുടെ അമ്മയോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ശരിയാണ്, മനസ്സിലാവുന്നത്, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. വ്യക്തികളോട് നമുക്കൊരു പോരാട്ടമില്ല, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയോട് ബലഹീനതയും പാപമുണ്ടെങ്കിൽ ബലഹീനതയും പാപം അത് വേറെ, വ്യക്തിയാണ്, മനസ്സിലാവുന്നല്ലോ. ബൈബിൾ ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് ബൈബിൾ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതാകുന്ന കാലം ജഡരക്തങ്ങളോട് കൂടിയായി മരണത്തിന്റെ അധികാരി പിശാചിനെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതാകുന്ന താനുവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയ മരണത്തിനെതിരെ വിശാലസേന വന്നത്താൽ എനിക്ക് ധീരന്റെ മരണരീതിയിൽ അഗ്നളായിരുന്നവർക്ക് ഉപയോഗിച്ചു. പിന്നെ വിരോധം പ്രതികൂലമായിരിക്കുന്ന എല്ലാ കയ്യേറ്റത്തിലും ക്രൂസിൽ പരസ്യം നടുവ് നീക്കിന്നിരിക്കുന്നു. വാഴ്ചയുള്ള അധികാരങ്ങളെ ആയുധമായിട്ടും വധിച്ച് ക്രൂസിലാട്ടങ്ങൾ വിയാത്സം ഉണ്ടായി പരസ്യമായി കാഴ്ചയുമായി. ബൈബിൾ ഇങ്ങനെ വായിക്കുന്ന റോമർത്തിയുടെ അവസാനത്തിൽ വായിക്കുന്നത്, ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായി ശ്രമിച്ചതെന്ന് ആഗ്രഹിക്കും. ഓർ എക്സ്പെരിമെന്റ് that crucial delivery from the body discussed. Now there is no more condemnation based on crisis. The loudest spirit of life in crisis are setting free from the loud sign of അതുകൊണ്ട് ക്രിസ്തുവിനുള്ളവർക്ക് ശിക്ഷാവിധിയുണ്ട്. ജീവന്റെ പോലെ പ്രവണതയും പാപത്തിനും മരണത്തിനും പ്രവണതയും ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിലേക്ക് മോളിച്ചേച്ചി നെഞ്ചി പറഞ്ഞു വെൽക്കം ക്രൈസിസ് നമ്മെ അറിവാത്തിൽ പടിപെടുന്നു. ബൈബിൾ പ്രകാരം വായിക്കുന്നു, മൈ പീസ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകേണ്ട ഭ്രമിക്കുകയും വരും. അപ്പൊ രണ്ടിൽ തന്നെ മോളിച്ചേച്ചി ഫ്രീഡത്തിലേക്ക് വെൽക്കം ചെയ്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഫ്രീ തിങ്കിങ് മനസ്സിലായി. ഈ എല്ലാ ചിന്താഗതിയൊക്കെ മാറി കുറച്ചുകൂടെ എന്താണ് ഫ്രീ തോട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും, മനസ്സിലാവില്ല. ഇപ്പോഴും നിങ്ങൾ ഇപ്രകാരമുള്ള നിങ്ങൾ ഇപ്രകാരമുള്ള എന്താണ് അതായത് ഒരു വളമാറ്റ ചിന്തകളിലോട്ടാണോ പിന്നെ ഒരു പാപം നടത്താൻ അവതാരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ എന്തൊക്കെ അകന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ നടത്തുന്ന സകലം വന്നാൽ എന്താണ് ഹ്യൂമൻ കമാൻഡൻസ് മാനുഷികമായ കൽപ്പനകളായ പ്രദേശങ്ങളൊന്നും ആരെയും പറഞ്ഞ് പഠിപ്പിക്കരുത്. അവരെ എന്താണ് സ്ലേവറിയിലേക്ക് നയിക്കരുത്. ആ അടിമത്തം നിങ്ങൾ ദൂരം കളയാറായിട്ടില്ല. പണ്ടത്തെ ഉടായിപ്പോഴും ഇതെന്തൊക്കെ ഇതാണൊക്കെ കുറച്ചുകൂടെ വേണം ഓരോരുത്തർ മനസ്സിലാക്കുക. ഫോർ ബില്ലിംഗ് കാലം ലിബർട്ടി മനസ്സിലാവുന്നുണ്ട്. നമ്മളെ സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യത്തെ നമ്മൾ വിളിച്ചിരിക്കും. ഫോർ ബില്ലിംഗ് കാലം ലിബർട്ടി ഇതുവരെ ഇത് മനസ്സിലാക്കാറായില്ല. ചേച്ചിയും കുഞ്ഞുങ്ങൾ ചേച്ചിയാണ് വിവാഹാലോചന കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നിങ്ങൾ ഇരുവർക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം പറയാറുണ്ടല്ലേ, അപ്പം നിങ്ങൾ ഇരുവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം പറയേണ്ട ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ ആവശ്യമുണ്ടാകാം കോൺട്രാവേഴ്സി ഹ്യൂമൻ എന്താണ് കറക്ഷനാകാം. പക്ഷെ എന്താണ് ഒരു ഹ്യൂമൻ കോൺട്രാവേഴ്സി ഫോർ ബില്ലിംഗ് കാണുന്നുണ്ട്. ഒരു കാര്യമായി വിലക്കുന്നത് ഒരു തെറ്റുണ്ട്, ചില റോബൻസ് തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ കറക്ഷനിലേക്ക് നയിക്കാം. ഫോർ ബില്ലിംഗ് കാണുന്നില്ല, നാം അടിമത്തിൽ കൊണ്ടുവരും. ആ ഒരു ഹ്യൂമൻ കമാൻഡറിനെ രക്ഷപ്പെട്ട് എന്താണ് നമുക്കൊരു സ്വാതന്ത്ര്യം കറക്ഷനിലേക്ക് നടത്താം. ഒരു കാര്യം നാമിനെ അടിമത്തിൽ കൊണ്ടുവരും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ഇപ്പം ഇങ്ങനെയുള്ള അടിമകളെ അവരെ പിടിച്ചുകൊണ്ടേ ഇരിക്കരുത്. അന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ അതിൽ മനസ്സിലായില്ല ഒന്നും വിജയിക്കാം. അതായത് അന്ന് എന്തെങ്കിലും ഒരു ബലഹീനതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്ടറുകൾ ആകുന്നുണ്ടെന്നുള്ളതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം ഭാവികാലത്ത് ദൈവത്തിന്റെ എല്ലാ ദൈവത്തിലും വിശ്വാസമായാൽ എന്താണ് ഉപദേശത്തിന്റെ ശാസനത്തിന് ഗുണികണ്ടെന്ന നീതിയിൽ അഭ്യാസിക്കുന്ന പ്രയോജനകരമാണെന്ന് പറയും. അപ്പം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിലൊന്ന് കറക്ഷനാണ്. കറക്ഷനുകൾ നടത്താൻ നയിക്കാം.
പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ കണ്ടെന്ന ഒരു ദർശനമുള്ള ഒരു നാമത്തെ സംഭവത്തിന്റെ ശേഷം അത് ഇന്നതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാറിയുള്ള കൈവരി അവരുടെ സഭയിൽ വരാത്തതാണ് അവരുടെ സഭയിൽ പോകാത്തതാണ് എവരുടെ നിന്ന് മാറുക അങ്ങനെയൊന്നും പറഞ്ഞു ഇങ്ങനെയുള്ള എന്താണ് ഈ ഒരു ഹ്യൂമൻ ഡോക്ടേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചുകൂടി നാളെ എന്താണ് സ്വഭാവം അപ്പൊ അതൊക്കെ വിട്ടാൽ കുറച്ചാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് മനസ്സിലാകുന്നു. പിന്നെ ബൈബിൾ പ്രകാരം നമ്മൾ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാകുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ക്രമീകരിച്ച് നിങ്ങളുടെ സഭയിൽ മനസ്സിലാകുന്നത്. അപ്പം പിടിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരാത്തെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഹ്യൂമൻ കലാമിക്സ് ഡോക്യുമെന്റ്സ് ഒക്കെ ഒഴിഞ്ഞ ആളുകൾ എന്താണ് റണ്ണവേ ഓടിപ്പോകാൻ ശ്രമിച്ചത്. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളെ കുറിച്ച് എന്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഇനി വേറെ കാര്യം പറയാൻ ക്രൈസ്റ്റിന്റെ കൃപയിലാസനം ക്രൈസ്റ്റ് നമ്മുടെ ഫോർഗീവ് ചെയ്യും. അതുപോലെ മറ്റുള്ളവരുടെ നമ്മുടെ ഹൃദയപൂർവ്വം ഫോർഗീവ് ചെയ്യണം. പിന്നീടാണ് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ആ വ്യക്തികളോടെ നമ്മൾ ഫോർഗീവ് ചെയ്യണം. പിന്നെ കുഞ്ഞുങ്ങളെ ചെയ്യാൻ നടന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ ചെയ്യുന്ന പിന്നീട് എന്ത് വിജയക്ക് എതിരായിട്ടൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. പക്ഷെ മനസ്സിലാക്കാൻ വേർക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നോട് വൃത്തിയില്ല ഇപ്പോഴാണ് അനിയത്തിനുള്ള അർത്ഥത്തിൽ സ്നേഹം അല്ല എന്റെ അടുത്ത് വന്നാൽ മാത്രമേ, എന്റെ അനിയത്തിന്റെ അടുത്ത് വന്നാൽ മാത്രമേ, എന്റെ ചേട്ടന്റെ അടുത്ത് വന്നാൽ മാത്രമേ, എന്റെ കുഞ്ഞമ്മയുടെ അടുത്ത് വന്നാൽ മാത്രമേ അങ്ങനെയൊന്നും പരിഹാരം ഉള്ളൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് ലിബർട്ടി വേർക്ക് ക്രൈസിസ് നടത്തി നമ്മെ അടിമത്തിൽ കൂടി പരിശീലിക്കരുത്. ശരി, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അടിമക്കത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി ദോഷം വികാരമുള്ള തലമുറ അടയാളങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വയം ഉണ്ടാക്കുന്ന ഒരു ബന്ധം അതിനെ നമുക്ക് പറയുന്നത് ദോഷം വികാരമുള്ള തലമുറ എന്ത് ചെയ്യുന്നു അടയാളം കഴിയുന്നു പുള്ളിംഗ് സ്റ്റോഫൻസ്. അപ്പൊ അടയാളം ഇന്നോട് വരെ 3 വർഷം പോഷിച്ചാൽ 5 വർഷം പോഷിച്ചാൽ മാത്രമേ സംഭവിക്കുള്ളൂ. ബൈബിൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട്. ഉപാസന സമയം ക്രൈസ്തവ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് സ്നേഹബന്ധത്തിൽ ആ വ്യക്തിക്ക് പിന്നെന്താണ് ആ വ്യക്തി ക്രൈസ്തവ ബന്ധത്തിൽ സ്വതന്ത്രമായിട്ട് കൂടുകയാണ്. നോക്കി സിസ്റ്ററിന്റെ പാർട്ടിനസിലെ ഉച്ചവരെയാണോ എങ്ങനെയാണോ അത് വീട്ടിലാണോ കർശനമാണോ അത് ആരും എന്താണ് അറിയപ്പെടുന്നത് അത് ക്രൈസ്തവത്തിൽ ബന്ധമാണ്. അത് എല്ലാവരും അറിയപ്പെടാനാണ് മനസ്സിലാവുന്നത്. ചില ആളുകൾ പറയല്ലേ അങ്ങനെയൊന്നും ബൈബിൾ അറിയപ്പെടില്ല. പൊതുവായിട്ട് ക്രിസ്ത്യൻസ് നമ്മളെ സ്വതന്ത്രമാക്കണം. വാസത്തിൽ വിശുദ്ധീകരണം കഴിക്കേണ്ട കാര്യമില്ല. ആദ്യം ക്രിസ്ത്യൻസിൽ നടക്കുന്നുണ്ട് സാങ്ക്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ അനുസരിച്ച് ക്രിസ്ത്യൻസിനെ ക്രൂശിവർണ്ണ വേർതിരിച്ചുള്ള സാങ്ക്ടിഫിക്കേഷൻ തന്നതിനനുസരിച്ച് ഇനി നമുക്ക് ഇനി ഒന്നിനും സാങ്ക്ടിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ആൾറെഡി ക്രിസ്ത്യൻസ് നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞു. മനസ്സിലായി. നമുക്കൊരു ക്രിസ്ത്യൻസ് നമുക്ക് എന്ത് ചെയ്യും പിന്നെ നമുക്ക് എന്താണ് ഒരു ഗിഫ്റ്റായിട്ടാണ് നൽകുന്നത്. അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ക്രൈസ്റ്റ് നമ്മളൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ക്രൈസിസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു ക്രൈസിസ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതി സാങ്ക്ടിഫിക്കേഷനും പ്രഡംഷനാണെന്നാണ് വായിക്കുന്നത്. ക്രൈസ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു അതല്ല വിശദീകരണമില്ല. ക്രൈസ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ ക്രൈസ്റ്റിന്റെ കൃപയെ ആശ്രയിച്ച് നമ്മൾ നവപരമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂനസായിട്ട് ചിന്തിക്കുമ്പോൾ ന്യൂ ടോപ്സിനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഇവിടെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സെപ്പറേഷൻ എന്നുള്ള അർത്ഥമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോഴേ തന്നെ എന്താണ് അന്തിമോത്സവത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആയി കഴിഞ്ഞു. പിന്നെ ക്രൈസ്തവ ബന്ധത്തിൽ ഒരു ന്യൂനസ് ഒരു എന്താണ് ശരിക്കും ഒരു ഇംപ്രൂവ്മെന്റ് ഒരു വളർച്ച അല്ലെങ്കിൽ എന്താണ് ചില ഹ്യൂമൻ മാറ്റേഴ്സ് മാനുഷികമായ ഉപദേശങ്ങളെ പേശ് പറയുമ്പോൾ നമുക്കൊരു കറക്ഷൻ എന്നുള്ള അർത്ഥത്തിലും നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും. അതിനെയാണ് നമ്മുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ആ സെപ്പറേഷനിൽ സെപ്പറേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള ഹ്യൂമൻ മാറ്റേഴ്സ് പഠിച്ചല്ല ഇരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ കൂടിയാണ് 5 പേരും മുളച്ചു ചെയ്യും എന്താണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് അവർ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരുടെ പിന്നെ മരത്തിനോട് തോന്നുന്ന സവിശേഷ ദൈവത്തിന്റെ ക്രിസ്തു നോക്കുന്ന സമയത്തുണ്ട് നയപ്രമാണത്തിന്റെ സവസരം വിളിച്ചാണ് അബ്രാഹിം എന്ന വിശേഷിൽ ജാതിയിലേക്ക് എത്തുന്ന നാം ആദ്യം വാർത്തയിൽ വിശ്വാസം പ്രവർത്തനം ഇത് വല്ലപ്പോഴൊക്കെ എടുത്തുന്ന എന്ത് ചെയ്യണം വായിച്ചു പുതിയ പുതിയ പറഞ്ഞിട്ട് വായിച്ച് പ്രാക്ടിക്കൽ ലൈഫിലോട്ട് നടത്താൻ ശ്രമിക്കണം. കേവലം കുറച്ച് അക്ഷരങ്ങൾ മാത്രമായിട്ട് കാണാതെ കാര്യം ഭർത്താവും കൂടെ കുത്തിയിരുന്ന് എന്ത് ചെയ്യണം അങ്ങോട്ടൊന്ന് വായിച്ച് ബ്രെയിനിനോട്ടായിട്ട് മെന്റൽ എക്സസൈസ് ചെയ്ത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ആളുകളൊക്കെ ഇങ്ങനെ ഒരുമാതിരി പിന്നെ എന്താണ് ഇന്നൊരുപാട് വന്നുകൊണ്ടാകുന്നത് അങ്ങനത്തെ ഒരു മനോഭാവം അല്ലെങ്കിൽ ശാപവാക്കളൊക്കെ ഒഴിവാക്കി ക്രിസ്ത്യൻസിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യണം. കുറച്ചും കൂടെ എന്ത് ചെയ്യണം ഗുണം പിടിച്ച് ഫീലിംഗ് കോൺസ്ട്രമൻസ് ഒരു കറക്ഷനിലേക്ക് വന്ന് ക്രൈസ്തവ കൃപയിൽ ആശ്രയിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ കൊല്ലായ്മകൾ തിരുവാൻ കഴിയട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന തൽക്കാലം നടത്തുന്നത്. നമ്മുടെ അനുമതി കൂടി ഫോർ
do not flutter. Pulling down strongholds. First repeat. നാം ഇന്ന് ആദ്യത്തിൽ കൂടി നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for within you can call on liver for a good warfare for faith and good conscience. First repeat. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിനെ എപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങളെ നമുക്ക് എപ്രകാരം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. മാനുഷികമായ ഉപദേശങ്ങളെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൈബിളിൽ തന്നെ വായിക്കാം. അവിടെ പറഞ്ഞാൽ എന്താണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് മത്തായി സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്. മത്തായി, മാത്യു ഭാഗങ്ങളിലേക്ക് വരാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നുള്ളത്. Every good gift and perfect gift is coming from the Father, like saying God is actually all things. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18 തൊട്ട് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. But those things which proceeded out of the mouth come forth from the heart, and they defile the man. അതായത് മനുഷ്യന്റെ വായിൽ പുറപ്പെടുന്നത് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദേ ഡിഫൈൽ ദ മാൻ, അത് മനുഷ്യനെ ഡിഫൈൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് നാം ഇന്നെ അടിമത്തിൽ കാൽവടി. ദുഷ്ടമനുഷ്യൻ അതായത് ഈവിൾ മാൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, ദുർനിക്ഷേപത്തിൽ നിന്ന് ഈവിൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഈവിള് പുറപ്പെടുവിക്കും. നാം ഇന്നെ അടിമത്തിൽ തീയത് പുറപ്പെടുവിക്കുന്നതാണ് പുള്ളിങ് ഡൗൺ ഓഫ് എക്സീഡിംഗ് ജോയ്. നമുക്കൊരു കാര്യം ചിന്തിക്കാം, എന്താണ് ഫോർ ഔട്ട് ഓഫ് ദി ഹാർട്ട് പ്രൊസീഡ് ഈവിൾ തോട്ട്സ്, മർഡേഴ്സ്, അഡൾട്ടറീസ്, ഫോർണിക്കേഷൻസ്, തെഫ്റ്റ്, ഫാൾസ്ഹുഡ്, ബ്ലാസ്ഫെമീസ്. ഇത് മത്തായി സുവിശേഷം 15-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 18-19 വായിച്ചു കഴിഞ്ഞു. These are the things which defile a man, but eat with unwashed hands defileth not a man. ഇവിടെ നമ്മളെന്താണ് കൈ കഴുകാത്ത അല്ലെങ്കിൽ അൺവാഷ്ഡ് ഹാൻഡ്സ്, അതായത് കൈ കഴുകാത്ത അല്ലെങ്കിൽ എന്താണ് വാഷ് ചെയ്യാത്ത കൈ കൊണ്ട് കഴിക്കുന്നത് എന്തല്ല ഒരു മനുഷ്യനെ ഡിഫൈൽ ചെയ്യുന്നില്ല. ഫോർ ഔട്ട് ഓഫ് ദി ഹാർട്ട് പ്രൊസീഡ് ഈവിൾ തോട്ട്സ്. അവിടെ ഈവിൾ തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈവിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്സ് കോൺഫിഡൻസ് G4197. തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1261 മനസ്സിലാവുന്നു. 1261 എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് ഡയലോഗിസ്മോസ് എന്നുള്ള വാക്കാണ്. ഡയലോഗിസ്മോസ് അതായത് ഡിസ്കഷൻ, കൺസിഡർ ചെയ്യുക. പിന്നെന്താണ് ഡിസ്പ്യൂട്ട്, അതായത് തെറ്റായ ഡിസ്പ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡൗട്ട്ഫുൾ ഇമാജിനേഷൻ, റീസണിംഗ് തോട്ട്, തെറ്റായ ഇമാജിനേഷൻസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അവിടെ 2 കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണ് പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യും കാണാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 10-ാം അധ്യായത്തിൽ അതിന്റെ എന്താണ് 3 തൊട്ട് നമ്മൾ വായിക്കാം. ഫോർ ദോ വി വാക്ക് ഇൻ ദ ഫ്ലെഷ് വി ഡു നോട്ട് വാർ ആഫ്റ്റർ ദ ഫ്ലെഷ്, ഫോർ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് കാർണൽ ബട്ട് മൈറ്റി ത്രൂ ഗോഡ് ടു പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജഡപ്രകാരം പോരാടുന്നത്. ഫോർ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയമല്ല, കോട്ടകൾ എടുക്കാൻ ദേശത്തിൽ ബലമുള്ളവ തന്നെ. ഇത് മലയാളത്തിലുള്ള നമുക്ക് വായിച്ചാൽ ആർക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് എവരി ഹൈ തിങ് ദാറ്റ് എക്സാൾട്ടഡ് ഇറ്റ്സെൽഫ് അഗെയിൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ് and bringing into captivity every thought to the obedience of Christ. Pulling down strongholds of Christ. Pulling down. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന pulling down strongholds എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ, അതായത് സ്ട്രോങ്ഹോൾഡ്സ് 3794 ഒക്കുരോമ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നത്? The idea of holding safely. മനസ്സിലാവുന്നത്? The idea of holding safely stronghold എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. അതെവിടെ പറയുന്നത്? 2 ഒരു ഇതിലെ പറയുന്നത്, അതായത് എന്താണ് സ്ട്രോങ് ഹോൾഡ്, ഒരു കോട്ട പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നിലകൊള്ളുന്നതാണ്. ഒരു തടസ്സം പോലെ നിലകൊള്ളുന്നതാണ്
സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് വഴിയിൽ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു റോങ് രീതിയിലുള്ള ഹൈ മൗണ്ടൻ, ഒരു ഡെവിളിഷ് മൗണ്ടൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി CPI-കാരും അതുപോലെ പിന്നെ അന്തംകർമ്മികളായിരിക്കുന്ന CPI-CPM-ഇസ്റ്റുകളും അതുപോലെ പിണറായി വിജയൻ, അതുപോലെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്ങികൾ, കോൺഗ്രസ്, അതായത് വഖഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് നരസിംഹറാവുവിൽ കൂടെയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗിൽ കൂടെയും അതുപോലെ തന്നെ അതിന് മുന്നാടി തന്നെ അതിനൊക്കെയും പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞാണ് അതൊക്കെ മീതെ അതിന് മുന്നേ നെഹ്റുവിൽ കൂടെ വന്നതായിട്ടുള്ള വഖഫ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന നെഹ്റുവിൽ കൂടെ അവരുടെ പാർട്ടിക്കാർക്ക് റോഡ് ഉപദേശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു തടസ്സമായിട്ട് അനുഭവപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താണ് BJP മനസ്സിലാവുന്നത് റോഡ് മൊത്തം ഉത്സവം കൊട്ടിഘോഷിച്ച് റോഡിനെ തടഞ്ഞ് ഇന്റർവ്യൂവിന് പോകുന്നവരെ തടഞ്ഞ് ബസ്സിനെ വഴിതിരിച്ചിട്ട് സമയത്ത് ഇന്റർവ്യൂ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ഇന്റർവ്യൂവിനൊന്നും പിന്നെ യാതൊരു തടസ്സം ഉണ്ടായിരുന്നു, തക്ക സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഒരു സ്ട്രോങ് ഹോൾസ്. പിന്നെ സ്ട്രോങ് ഹോൾസ് സ്വയം തീർത്തു വെച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇപ്പൊ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ലിവിംഗ് ഗോഡ് സ്പിരിച്വലി ആൾക്കാർ, എന്നാൽ മനുഷ്യൻ ആ ഒരു സകലം നമുക്ക് ധാരാളം അനുഭവിക്കും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ തരുന്ന സകലം നമുക്ക് ധാരാളം അനുഭവിക്കാൻ തരുന്ന ഈയുള്ള നാമിന്റെ അനുഭവത്തിൽ കൂടി പോയി സകലം നമുക്ക് ധാരാളം അനുഭവിക്കാൻ തരുന്ന ജീവനുള്ള ദൈവമുള്ള അല്ലെങ്കിൽ ലേഖനത്തെ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇതാണ് ലിവിംഗ് ഗോഡ് സ്പിരിച്വലി ആൾക്കാർ സകലം നമുക്ക് ധാരാളം അനുഭവിക്കാൻ തരുന്ന സ്റ്റാൻഡ് ഫാസ്റ്റ് ഓഫ് ലിബർട്ടി ഓഫ് ക്രൈസ്റ്റ് നാമിന്റെ അനുഭവത്തിൽ ആൻഡ് ബി നോട്ട് എവിടെയുള്ള സകലം നമുക്ക് ധാരാളം അനുഭവം തരുന്നതാണ് ജീവനുള്ള ദൈവം. ക്രിസ്തേശു നമുക്ക് മോചനം നൽകിയിട്ടുണ്ട്. അപ്പം അതിന് വിരോധമായിട്ട് ഒരുപാട് സ്വയം ചിന്തിക്കുന്നതാണ്. എനിക്കിത് വേണ്ട, അത് വേണ്ട, മറ്റത് വേണ്ട, മറിച്ചത് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, തുടരുത്, പിടിക്കരുത്, കാണരുത്, നോക്കരുത്, അത് വായിക്കരുത്, പിന്നെ എന്താണ് അതായത് ഹ്യൂമൻ എന്താണ് മാനുഷികമായിട്ടുള്ള കൽപ്പനകളും പ്രമാണമാണ്. അതായത് ഹ്യൂമൻ കമാൻഡ്മെന്റ്സ് ഓഫ് മാൻ ആൻഡ് ഡോക്ടേഴ്സ്, അതായത് പത്രം വായിക്കല്, TV ആണെങ്കിൽ അത് ഇത് മറ്റത് മറിച്ചത്, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. ഇപ്പം ചില ആളുകൾ വിവാഹം കഴിക്കുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ള രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള അനുവാദം അവിടെ മനസ്സിലാകുന്നത്. ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ഭാര്യ-ഭർത്തൃ ബന്ധമെന്നുള്ള അർത്ഥത്തിൽ നിലനിന്നുകൊണ്ട് അവർക്ക് എങ്ങനെയുള്ള ഏത് സെക്സിലും ഏർപ്പെടാം, മോറൽ സെക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സെക്സിലും ഏർപ്പെടാം. അപ്പൊ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ മനസ്സിലാകുന്നത്. പിന്നെ അതൊക്കെ സ്ട്രോങ് ഹോൾസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി മാത്രമേ നമുക്ക് തിരുവത്താഴം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ബൈബിളിൽ ഒരിടത്തിൽ എന്റെ ഓർമ്മയ്ക്ക് രാത്രിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മനുഷ്യൻ സ്വയം ഉണ്ടാക്കുന്ന സ്ട്രോങ് ഹോൾസ്. പിന്നെ മീശ വെച്ചിരിക്കണം, താടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ മീശ എടുത്തിരിക്കണം, താടി എടുത്തിരിക്കണം, ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നത് സ്വയം ഉണ്ടാക്കുന്ന സ്ട്രോങ് ഹോൾസ്. മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ അതുണ്ടാവും ഒരു സ്ട്രോങ് ഹോൾഡായി മാറും. പിന്നെ മറ്റൊരു സ്ട്രോങ് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ തിരുവത്താഴമുള്ള ദിവസം, ഇപ്പൊ ഞായറാഴ്ച എന്നാൽ തിരുവത്താഴം ഉണ്ടെങ്കിൽ വെള്ളിയും ശനിയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകളോട് പോലും അല്ലെങ്കിൽ ഭാര്യയായിട്ട് ബന്ധം പാടില്ല എന്ന് പറയുന്ന സ്ട്രോങ് ഹോൾഡാണ്. കാരണം പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴത്തേക്കും ബൈബിൾ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, ഭാര്യ ഭർത്താവിനോട് കൂടി എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല വെള്ളിയാഴ്ച ഉപവസിച്ചാൽ മാത്രമേ അങ്ങനെ ഒരിടത്തും എന്താണ് ക്രൈസിസ് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ സ്വയം ഉണ്ടാക്കുന്ന സ്ട്രോങ് ഹോൾഡ്. ചിലർ വെള്ളിയാഴ്ച ഉപവസിക്കുന്നു, ചിലർ ശനിയാഴ്ച ഉപവസിക്കുന്നു. ക്രൈസ്തവ ആവശ്യമുള്ള വ്യക്തികളുടെ കാര്യം ഒരാളുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധന ഉള്ളതുകൊണ്ട് ഈ 3 ദിവസം വെള്ളി ശനി ഞായർ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വെള്ളി ശനി ദാമ്പത്യം ഉണ്ടെങ്കിൽ പാടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ സ്വയം ഉണ്ടാക്കുന്ന ഒരു സ്ട്രോങ് ഹോൾഡാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനുഷ്യണ്ടാക്കുന്ന സ്ട്രോങ് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു അവസരം തരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ കയറി ആ വീട്ടിലുള്ളവരെ എന്താണ് ഭരിക്കുക, ആവശ്യമില്ലാതെ ആ പയ്യന്റെ അടുത്ത് പഠിക്കണ്ടെന്ന് പറയുക, എഞ്ചിനീയറിംഗിന് പോട്ടെന്ന് പറയുക, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വ്യക്തികളോട് എന്താണ് LLBക്ക് പഠിക്കണമെന്ന് പറയുക, പഠിത്തമല്ല ജോലിയെല്ലാം രാജിവെച്ചിട്ട് എന്താണ് ഗോസ്പൽ വർക്കിലേക്ക് ഇറങ്ങുക എന്ന് പറയുക. ഇതൊക്കെ ഒരു എന്താണ് ഇവിടെ നമുക്ക് എന്താണ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ് നാമിന്റെ അനുഭവത്തിൽ കൂടി വരും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അതൊക്കെ ഓരോ സ്ട്രോങ് ഹോൾസ് ആണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ് എന്നാണ് ആക്കിയത്. 2 പേർക്ക് 10-ന്റെ 3 തൊട്ട് 5 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ എന്താണ് ഡെലിവറൻസ് പ്രാപിക്കും.
ഇവിടെ 15 ആരംഭത്തിൽ തന്നെ പറയുന്നത് ഈവിൾ തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ കൺസിഡർ ചെയ്യും, അതായത് ഇങ്ങനെ ഒരു ഇമാജിനേഷൻ, തെറ്റായ ഒരു ഇമാജിനേഷൻ രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് ഉറച്ച പ്രാർത്ഥിച്ചാലും ബന്ധിച്ചാൽ മാത്രമേ അന്ധകാരത്തിൽ വിട്ടു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ദൈവത്തിന്റെ ശക്തി എല്ലാം എന്താണ് താങ്ക്സ് പ്രാർത്ഥനയാലും താങ്ക്സ് ഗിവിംഗ്, അതായത് നമ്മൾ വായിക്കാൻ വെച്ചാൽ ദൈവത്തിന്റെ ശക്തി എല്ലാം പ്രാർത്ഥനയാലും എന്താണ് വേർഡ് ഓഫ് ഗോഡിനായി അത് സാങ്ക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർ ബെദിന് കാണുന്നുണ്ട് എന്തോന്ന്. അപ്പൊ നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളൊക്കെ വരാം, മനസ്സിലാവും. അപ്പൊ ദൈവാനുക്കാലം പ്രാർത്ഥനയാലും എന്താണ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ ശുദ്ധീകരണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ആരും തുടണ്ടാൻ വിളിക്കേണ്ടതാണ്. അതായത് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അവർ ക്രൈസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്രൈസ്റ്റിൽ നിന്നാണ് വരുന്നത്, ക്രൈസ്റ്റാണ് ഇതിന്റെ സോഴ്സ്. അതെല്ലാം എന്താണ് സകലത്തിന്റെ ലാക്കിന് കാരണഭൂതമായവൻ ക്രൈസിസാണ് ചിന്തിക്കുന്നത്. ക്രൈസിസിന്റെ കൃതയെല്ലാം നമുക്ക് അനുഭവം തരികയും ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു എന്താണ് മറ്റുള്ളവരുടെ സെപ്പറേഷൻ വന്നു കഴിഞ്ഞു ആണ് അവിടെ അവ താങ്ക്സ് മനസ്സിലാവുന്നത്. സ്തോത്രത്തോട് അനുഭവിക്കുന്നുവെങ്കിൽ എന്താണ് ഒന്നും ഫോർഗീവ് ചെയ്യേണ്ടതില്ല, അതായത് ഗീവ് അപ്പ് ചെയ്യേണ്ടതില്ല. ഫോർഗീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി എന്താണ് സ്തോത്രത്തോട് അനുഭവിക്കുന്നെങ്കിൽ താങ്ക്സ്ഗിവിങ്ങോട് അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർദ്ധിക്കേണ്ടതില്ല. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഉപദേശം കിടക്കുമ്പോൾ അതിന് വിരോധമായി ഓരോ സന്ദർഭത്തിൽ പറയുന്നു. അതിനായിട്ടല്ല ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു, മനസ്സിലായി. ഗുഡ് ഡോക്ടറിനാൽ പോഷണം ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലൊക്കെ അവിടെ ലഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ വായിക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലർക്ക് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി അതിലേക്ക് തിരിയുന്നത് നല്ലതാണ്. എന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാരെ ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്യും. ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു, അല്ലാതെ ആ പയ്യന്റെ അടുത്ത് പഠിക്കേണ്ടെന്നോ അവിടെ വരുന്നവരടുത്ത് പഠിക്കേണ്ടെന്നോ എല്ലാവരും എന്റെ കൂടെ വരണമെന്നോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ ഓരോ സ്ട്രോങ് ഹോൾസ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഈ വ്യക്തികളെ വിട്ടുപോകാൻ ഇടയിൽ മാത്രമല്ല അവരുടെ കൂടെ അവരെ ഫോളോ ചെയ്യാൻ കുറച്ച് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമൻ ഡോക്ടേഴ്സ് പഠിച്ചിരിക്കുന്നവരെ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യും, അവരെടുക്കൽ പോയി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാം, എങ്ങനെ ഉപസിക്കാൻ കഴിയും, പത്രം വായിക്കേണ്ടത്, ടി വി കാണുന്നത്, ന്യൂസ് കാണുന്നതെന്നൊക്കെ പറയുന്നവരോട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഹാർമണിയിൽ പോകാൻ പറ്റും. അപ്പൊ അതൊരു കാര്യം. പിന്നെ അതൊക്കെ ഓരോ സ്ട്രോങ് ഹോൾസ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളിംഗ് ഡോണസ്റ്റോൺസ് ക്യാൻസറിനോട് ഇമേജിനേഷൻസ് 2 പേർക്ക് 10-ാം അധ്യായത്തിലെ ആ വചനങ്ങൾ വായിച്ച് ഒന്ന് ബലപ്പെടുന്നത് നല്ലതാണ്. പുള്ളിംഗ് ഡോണസ്റ്റോൺസ് അപ്പൊ ഇവിടെ വചനം വായിച്ച് ഡിസ്കവർ ചെയ്ത് അതിന്റെ റൂട്ട് മീനിങ് മൂലഭാഷകൾ മനസ്സിലാക്കേണ്ടതാണ് കുറച്ചും കൂടെ ഒക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഞാൻ ജനറലായിട്ട് പറയുന്നത് ഇടയെന്ന് പറഞ്ഞാൽ പുള്ളിംഗ് ഡോണസ്റ്റോൺസ് ക്യാൻസറിനോട് ഇമേജിനേഷൻസ് നാമിന്റെ അടിമത്തിൽ കൂടി പോയി ഇടയിൽ വിളിച്ച് ആരെയും പശ്ചാത്തലമൊന്നുമല്ല. പുള്ളിംഗ് ഡോണസ്റ്റോൺസ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്ക് ഹോൾഡ്സ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്, മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള സ്റ്റോക്ക് ഹോൾസിനും പിടിച്ച് ജീവിതം പിന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്താണ് അവരുടെ മക്കള് കാണും, പിന്നെ മരുമക്കള് കാണും, ചെറുമക്കൾ അവരുടെ വീട്ടിൽ ടി വി പത്രം, അതുപോലെ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും അവർ എൻജോയ് ചെയ്യാനുള്ള ടൈം. അവിടെ ഒന്ന് കയറി ഇടപെടൽ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നോക്കരുത്, കാണരുത്, പിടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ഭാര്യ ഭർത്താവ് ഇന്നതുപോലെ ഈ രീതിയിൽ ഈ ദിവസങ്ങളിൽ എൻജോയ് ചെയ്യരുത്, അങ്ങനെ ഒന്ന് കയറി അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം കാണരുത്, ഇന്ന പത്രം വായിക്കരുത് എന്നത് കാണാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ദേശാഭിമാനി പത്രമാണ്, അവിടെ അത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മോനെ അത് വായിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആയി കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പം കോൺഗ്രസ്സുകാരും BJP-ക്കാരും എല്ലാം ഒരു എന്താണ് നീതി ബോധമുള്ളവരോ അല്ലെങ്കിൽ നീതിയുടെ പാതയോ എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ളവരൊന്നും. അപ്പൊ അതൊന്നും ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ മറുനാടൻ ഷാജിന്റെ ആ വീഡിയോകൾ കാണുന്ന മക്കളെ എനിക്ക് നല്ലതാണ്, മോനെ ഇടാൻ നല്ലതാണ്, മോളെ ഇടാൻ നല്ലതാണ് എന്നൊക്കെയുള്ള കടൽ തേടിയുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ അവരെ കയറി തോണ്ടാനും മാന്താനും ചൊറിയാൻ കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയും, അത് ഡിഫെൻഡ് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ പിന്നെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യം. അപ്പൊ അത് വരാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോട് പിന്നെ ഉപസിക്കാനോ പ്രാർത്ഥിക്കാനോ ആളുകൾ എന്ത് ചെയ്യാറില്ല, ഒരുപാടാറില്ല. കാരണം ആവശ്യമില്ലാത്ത ഓരോ ഹ്യൂമൻ കമാൻഡ്മെന്റ്സ് മനുഷ്യൻ തലയിലേക്ക് കെട്ടിവെക്കുക. അപ്പൊ അന്ന് ശരിയാണ്. പിന്നെ ഇന്നതുപോലെ എന്റെ അടുക്കലോ ഇന്ന സഭയിൽ വന്നില്ലെങ്കിൽ അതിന്റെ തലയിൽ അങ്ങനെ നിന്റെ വീട്ടിൽ എങ്ങനെ ഭവിക്കും, മരണപ്പെട്ടി കാണുന്നു, അതാ മരണം സംഭവിക്കും, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെ ഫോളോ ചെയ്യാനോ അവരുടെ കൂടെ ഇരിക്കാനോ ആളുകൾക്ക് ബുദ്ധിമുട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ കിടന്ന മറ്റൊരു പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഹ്യൂമൻ ഡോക്ടേഴ്സ് ഒക്കെ കളഞ്ഞിട്ട് വരുവാൻ എനിക്ക് ചില വ്യക്തികളോട് എല്ലാവരും പറയുന്നില്ല,
വ്യക്തികളോട് ആഹ്വാനിക്കുക. നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള എന്താണ് ഫ്ലഷ്ലി തോട്ട്സ്, ഡേഞ്ചറസ് തോട്ട്സ്, സ്ട്രോങ് ഹോൾസിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പിലുള്ള മരണം മുമ്പിലേക്ക് ആക്കിക്കൊണ്ട് ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. ക്രൈസ്റ്റ് നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങളുടെ സമാധാനം നൽകട്ടെ. ഹാവ് എ നൈസ് ഡേ. ഇതേപോലെ ഇനി വീണ്ടും കാണുന്ന ക്രൈസ്റ്റ് ധാരാളമായിട്ട് നമുക്ക് അനുഗ്രഹങ്ങളും സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് നാമിനെ ആൻഡ് നോട്ട് എന്തെങ്കിലും നാമിനെ അടുപ്പത്തിൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിനെ അടുപ്പത്തിൽ കൂടി വരും വീഴാറുണ്ടെന്നുള്ള സ്വാതന്ത്ര്യത്തിലെ ക്രിസ്തുവിനെ സ്വതന്ത്രമാക്കി അകാലിൽ ഉറച്ചിട്ട് നാമിനെ അടുപ്പത്തിൽ കൂടി വരും. ഇംഗ്ലീഷുള്ള സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വേർ ദി ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് നോട്ട് എന്തെങ്കിലും